يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي أرسل رسوله بالهدى والنور المبين وجعله رحمة للعالمين، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ചു തന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗാവകാശികളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്: വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം തഖ്വയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. റബ്ബിൻ്റെ കൽപ്പനകളെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ടും യഥാവിധിയുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതമാണ് അള്ളാഹു ധാരാളം സ്ഥലങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. തുടർന്നുകൊണ്ട് പറഞ്ഞ വചനം വ ആമിനു ബി റസൂലിഹി, ആ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യണേ എന്നാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹവും മഹബത്തും അവിടുത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസത്തെ യഥാവിധി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ സംബന്ധിച്ച് വ്യക്തമായി ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം. കാരണം മരണാനന്തരം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചോദ്യം കഴിഞ്ഞാൽ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖബറിൽ നമ്മോട് ചോദ്യമുണ്ടാകും, ദീനിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹാത്മ്യങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് ആര് നിഷേധിച്ചാലും അതൊന്നും ഒരാൾക്കും തള്ളിക്കളയാനാവാത്ത വിധത്തിൽ വ്യക്തമാണ്. ലോകം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവിനെ കാത്തിരുന്നിരുന്നു എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നത്. എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു: റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. മക്ക രാജ്യത്ത് നിന്നുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീവിയെയും അവിടെ ആ ഊഷരമായ മരുഭൂമിയിൽ പാർപ്പിച്ച നേരത്തൊട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായിരുന്നു: രക്ഷിതാവേ, ഈ സമുദായത്തിൽ ഇവരുടെ പിൽക്കാലത്ത് ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ എന്ന്. ആ റസൂൽ അവർക്ക് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വിശുദ്ധമായ നിന്റെ ഗ്രന്ഥത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും
യഥാർത്ഥത്തിലുള്ള സംസ്കാരം എന്താണെന്ന് അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ അവരിലേക്ക് നിയോഗിക്കണേ എന്ന് 14,000-ൽ ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതിൻ്റെ ഫലമാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന ദഅവതു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് ഞാൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ദൗത്യം വിശദീകരിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ എന്നെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് തൗറാത്ത് സത്യപ്പെടുത്തിക്കൊണ്ട് വരുന്നതിൻ്റെ പുറമെ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതുകൂടി എൻ്റെ ദൗത്യമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച വ്യക്തിത്വമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർച്ച തന്നെയും ജനനം തന്നെയും അനാഥനായിട്ടായിരുന്നു. ബാപ്പ മരിച്ചു പോയിരുന്നു. അപ്പോഴേക്കും ഉമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന ഉമ്മയുടെയും മരണശേഷം പിന്നീട് പിതാമഹന്റെ സംരക്ഷണത്തിൽ വളർന്ന് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പലവിധത്തിലുള്ള ആളുകളുടെ സംരക്ഷണങ്ങളിൽ വളർന്നു വന്ന് പേരിൽ പോലും ലോകമെമ്പാടും സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം എന്നർത്ഥം വരുന്ന മുഹമ്മദ്, അഹ്മദ് എന്നൊക്കെ ലോകത്തറിയപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് പറയാത്ത ദിനങ്ങളില്ല, ഇടങ്ങളില്ല, സ്ഥലങ്ങളില്ല, വ്യക്തികളില്ല. വറഫഅനാ ലക ദിക്റക, നിന്റെ നാമത്തെ, നിന്റെ സ്മരണയെ നാം ഉയർത്തിയില്ലേ എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്നിടത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ലോകം മുഴുവനും ആ നാമം ഇന്നും സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലുള്ള പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നെല്ലാം 5 നേര നിസ്കാരങ്ങളിലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ആ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇഖാമത്തുകളിൽ അത് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും മഹനീയമായ ഇബാദത്തായ നിസ്കാരങ്ങളിൽ ആ നാമം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് അള്ളാഹു ഒറ്റ വാക്കിലാണ് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ നബിയെ, താങ്കൾ ഏറ്റവും മഹത്തായ സൽ സ്വഭാവത്തിന്മേലാണുള്ളത്. അതിനേക്കാൾ അപ്പുറം ഇനി അതൊന്നും വർണ്ണിക്കേണ്ടതില്ല. അവിടുത്തെ ശാരീരിക ഘടന, അവിടുത്തെ കണ്ടവരെല്ലാം ആ സൗന്ദര്യം വർണ്ണിച്ചവരാണ്. അവിടുത്തെ മുഖത്തിൻ്റെ കാന്തി, അവിടുത്തെ മുഖത്തിൻ്റെ പ്രസന്നത, അവിടുത്തെ സൃഷ്ടിപ്പിലുള്ള വേറിട്ട വ്യക്തിത്വം, വിശാലമായ നെറ്റിത്തടം, വിശാലമായ കൺതടങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ പുരികവും അവിടുത്തെ കവിൾത്തടവും എല്ലാം വർണ്ണനകൾക്ക് വിധേയമായിട്ടുണ്ട്. അവിടുന്ന് സംസാരിക്കുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെയുള്ള അവിടുത്തെ ഗാംഭീര്യവും, അവിടുന്ന് പുഞ്ചിരിച്ചാലുള്ള അവിടുത്തെ സൗന്ദര്യവും, അവിടുത്തെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ടറിഞ്ഞ സഹാബിമാർ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തെ സ്പർശിക്കുവാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള സഹാബിമാർ ഇതുപോലെ ഒരു മിനുസമാർന്ന പട്ടിനേക്കാൾ മിനുസമുള്ള ശരീരം ഞാൻ സ്പർശിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിൻ്റെ സുഗന്ധത്തെ സംബന്ധിച്ച് ഇതുപോലെ ഒരു സുഗന്ധപൂർണമായ മറ്റൊരു സുഗന്ധം ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല എന്ന് സഹാബിമാര് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പോലെ ഒരാളെയും മുമ്പോ ശേഷമോ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് കണ്ടവരൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഇത്രത്തോളം മഹത്വമേറിയ, എല്ലാ അർത്ഥത്തിലും സമ്പൂർണനായ വ്യക്തിത്വം, ശാരീരിക സൗന്ദര്യത്തിൽ വെല്ലാനും മികച്ചു നിൽക്കാനും ലോകത്തൊരാളും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. എല്ലാ അർത്ഥത്തിലും സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്തിന് റഹ്മാനായ റബ്ബ് സംഭാവന ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് സംസ്കരിക്കാനാണ് നിയുക്തനായത്. ജനങ്ങളെ മുഴുവനും ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുപോകുവാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അയക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചു, തൗഹീദിലേക്ക്, യഥാർത്ഥമായ സംസ്കാരത്തിലേക്ക് മോചിപ്പിച്ചു. അസാംസ്കാരികതകളുടെ ജീർണതകളാകുന്ന ഇരുട്ടുകളിൽ നിന്ന്, അതേപോലെയുള്ള അധാർമികതകളുടെ ഇരുട്ടിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, അശ്ലീലതകളുടെ ഇരുളുകളിൽ നിന്ന് ശ്ലീലതയുടെ മാർഗത്തിലേക്ക്, അനീതിയുടെ ഇരുളുകളിൽ നിന്ന് നീതിയുടെ സൽപാന്താവിലേക്ക്,
എല്ലാ അർത്ഥത്തിലും ലോകത്തെ കൈപിടിച്ച് നയിക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച ആ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേവലം നാവുകൾ കൊണ്ട് മദ്ഹ് ചെയ്ത് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കടമകൾ അവസാനിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസികളോട് അല്ലാഹു തആല പറഞ്ഞത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയഭക്തിയോടുകൂടെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. വആമിനൂ ബിറസൂലിഹി, അവന്റെ റസൂലിൽ നിങ്ങൾ അടിയുറച്ച് മുഅ്മിനീങ്ങളാവണം, വിശ്വാസികളായി മാറണം. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കേദാരത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് 2 ഇരട്ടി നൽകും എന്നാണ്. ആ ഇരട്ടികളുടെയൊക്കെ മഹത്വവും വണ്ണവും വലുപ്പവും അത് നിശ്ചയിച്ച റബ്ബിനല്ലാതെ ഒരാൾക്കും അതിനെ വർണ്ണിക്കാനോ അതിനെ അളന്ന് കണക്കാക്കുവാനോ സാധിക്കുകയില്ല. റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവർ ചെയ്യേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അടിയുറച്ച് വിശ്വസിക്കലാണ്. വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾ എപ്രകാരമാണ് മുന്നോട്ട് നടക്കേണ്ടത് എന്ന് ഇരുട്ടത്ത് തപ്പിത്തടയാതെ മുന്നോട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനും മുന്നോട്ടുള്ള കാലടികൾ വളരെ നിർഭയമായി എടുത്തു വെക്കുവാനും ആവശ്യമായ പ്രകാശം അല്ലാഹു നിങ്ങൾക്ക് അതിലൂടെ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ, മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചിട്ടുള്ള അപാകതകൾ നിങ്ങൾക്ക് പുറത്തു തരാനും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങൾക്ക് കാരണമാകും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. സൂറത്തുൽ ഹദീദിലെ ഈ വചനങ്ങൾ നമ്മൾ നെഞ്ചേറ്റണം. യഥാർത്ഥത്തിൽ റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയേണ്ട വിധം അറിയുകയും അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ ചരിത്രങ്ങളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്കുള്ള പ്രകാശത്തെ അവിടുത്തേതായ ജീവിതചര്യകളിൽ നിന്ന് കൊളുത്തിയെടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുമാത്രമേ അവൻ്റെ പരലോകത്തെ രക്ഷപ്പെടുത്തുകയുള്ളൂ, സ്വർഗാവകാശിയാക്കി തീർക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ മുത്തുമുസ്തഫായുടെ ചര്യകളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അവിടുത്തെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും സൗഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് തഖ്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറയാൻ കൽപ്പിച്ച ഒരു പ്രത്യേകമായ വചനം, ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? എങ്കിൽ ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ആ അല്ലാഹു അയച്ച റസൂലാകുന്ന എന്നെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കൂ ജനങ്ങളെ. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പാപങ്ങൾ അവൻ അവകിലും പുറത്തു തരികയും ചെയ്യും. അവനേറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്ന്. എന്താണ് പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടുള്ള സ്നേഹവും നബിതങ്ങളോടുള്ള സ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിടക്കലല്ല, എനിക്കെൻ്റെ നബിയോട് മഹബത്തുണ്ടെന്ന് അവകാശപ്പെടലല്ല. അവകാശവാദങ്ങൾക്ക് യാതൊരു അർത്ഥവും വിലയുമില്ല. ആ അവകാശവാദങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ മുത്ത് മുസ്തഫ എന്നോട് പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ലാതെ അന്ധവിശ്വാസങ്ങളുടെയും ശിർക്കിൻ്റെയും ആളായിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, എനിക്കെൻ്റെ നബിയോട് സ്നേഹമാണെന്ന് പറയുന്നവൻ കപടനാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ മുത്ത് മുസ്തഫായോട് എനിക്ക് വലിയ ആദരവാണെന്ന് പറയുകയും അവിടുന്ന് പഠിപ്പിച്ച ചര്യകളെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെയുള്ള മേഖലകളിൽ കാറ്റിൽ പറത്തി ജീവിച്ചുകൊണ്ട്
മുസ്തഫ പഠിപ്പിച്ച തത്വങ്ങളോടും വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും വേഷവിധാനങ്ങളോടും ഒരു സമൂഹം വളരെ പുച്ഛമായ ആ രീതി കൈത്തൊടരുകയും അവരുടെ ഭാര്യമാരും പെൺമക്കളും അവരുടെ സഹോദരിമാരുമൊക്കെ അവിടുന്ന് ഹറാമാക്കിയിട്ടുള്ള നിഷിദ്ധമായ വേഷവിധാനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൾച്ചറുകളുടെയും പിന്നാലെ തുള്ളിച്ചാടുകയും ചെയ്യുന്നവരാണെങ്കിൽ മുസ്തഫയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് 1 കോടി തവണ അവർ ആവശ്യപ്പെട്ടാലും അത് മുഴുവനും കാപട്യത്തിന്റെ വർത്തമാനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് അള്ളാഹു പറയുന്ന വചനമാണ്. നിങ്ങൾക്ക് റബ്ബിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് റസൂലിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾ അള്ളാഹു അയച്ച റസൂലിനെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടത്. ലൗകാന ഹുബ്ബുക സാദിഖ, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നീ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തി പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നബി ചരിത്രം മുഴുവൻ ഒരാൾ പഠിച്ചു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവോളം പ്രശംസിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ അവിടുത്തെ പഠിപ്പിച്ച അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തുന്നുവെങ്കിൽ ഒരു സ്ഥാനവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പഠിച്ചു വെക്കേണ്ടുന്ന കാര്യമാണ്. അള്ളാഹു വളരെ വ്യക്തമായി നമ്മോട് സൂറത്തുൽ അഹ്സാബിലൂടെ പഠിപ്പിച്ചു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആർക്ക്? എല്ലാവർക്കും ആ മാതൃക പിൻപറ്റാൻ തൗഫീക്ക് കിട്ടില്ല. അതിന് പ്രത്യേകം റബ്ബിൻ്റെ ഒരു തൗഫീക്ക് വേണം. അവർക്ക് മുസ്തഫയെ മാതൃകയാക്കാനും റോൾ മോഡലാക്കാനും സാധിക്കുകയുള്ളൂ. അവരാരാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹനെ കണ്ടുമുട്ടണം, പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഞാൻ എന്ന് നന്നായി ആഗ്രഹിക്കുന്ന ഭയപ്പെടുന്നവർക്ക് മാത്രമേ, വദക്കറല്ലാഹ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും മാത്രമേ നബിചര്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിന്തിക്കണം പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് വളരെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. പരലോകത്തെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. മരണം മുതൽ അതിൻ്റെതായ ഒന്നുകിൽ ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. എത്ര തൊട്ടാണ് മരണം കിടക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പല സഹോദരങ്ങളും വന്ന് സലാം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച പങ്കെടുത്തൊരു സഹോദരൻ എന്നോട് വന്ന് കൈപിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഉംറ കഴിഞ്ഞ് വരികയാണ്, എല്ലാം കബൂലാക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്ത് സലാം മടക്കി പിരിഞ്ഞുപോയ ആ വ്യക്തിത്വം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബോഡി മോർച്ചറിയിലാണെന്ന വിവരം കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല പ്രിയമുള്ളവരെ. ഇത്രയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും അദ്ദേഹത്തിനുമൊക്കെ റബ്ബ് പാപമോചനം നൽകി സ്വർഗാവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം. ആരോടാണ് ഈ അഹങ്കാരം? എന്തിനാണ് ഈ രൂപത്തിലുള്ള ആർമാദിക്കൽ? മുസ്തഫയുടെ ചര്യകൾ പഠിക്കാനും മനസ്സിലാക്കാനും വരൂ എന്ന് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ആ കൾച്ചർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫയുടെ ചര്യകളെ ചവിട്ടി മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയും റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെയും ദീനുൽ ഇസ്ലാമിനെയും റബ്ബിനെ തന്നെയും വെല്ലുവിളിക്കുന്ന നിരീശ്വര നിർമ്മതവാദികൾ അർമാദിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ നിലനിന്നു പോകണമെങ്കിൽ റബ്ബിൻ്റെ പ്രത്യേകമായ വരദാനമായ തൗഫീക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് ആ നിലക്ക് തന്നെ ജീവിച്ചു മരിക്കാൻ സാധ്യമാകണം നമുക്ക്. അതിൻ്റെ ഖുർആൻ പഠിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണോദ്ഘാടനം തന്നെയും ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കൂ, പഠിക്കൂ, പഠിപ്പിക്കൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിജ്ഞാനം നേടുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ആകാശഭൂമികളിലുള്ള വ്യക്തിത്വങ്ങൾ മാത്രമല്ല, സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ മാളങ്ങളിലുള്ള കുഞ്ഞുറുമ്പുകൾ വരെ ആ വ്യക്തിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ മുസ്ലിമീങ്ങളെ, ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ പോരാ, അന്തസ്സോടെ മുസ്ലിമായി ജീവിക്കുക. ആരൊക്കെ എതിർത്താലും ആർക്കൊക്കെ നമ്മെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞാലും
ഞാൻ ഒറ്റക്കാണ് എൻ്റെ ഖബറിൽ എന്ന ചിന്തയോടുകൂടി എനിക്കാരുടെയും പിന്തുണ വേണ്ട, എനിക്കെൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന ആ ഒരു നയത്തോടുകൂടെ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം കരുത്തുറ്റ ഈമാൻ നൽകി ദൃഢമായ പരലോകബോധം നൽകിക്കൊണ്ട് അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.